നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗോപി വന്ദനം പ്രൗഢം. പ്രശസ്ത കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാനെ കുന്നംകുളം പൗരാവലിയും സാംസ്കാരിക സംഘടനകളും ചേർന്ന് കഥകളി ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. സമാദരണം പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KPCC യോഗത്തിൽ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തുറന്നടിച്ച് കെ മുരളീധരൻ. TN പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ രൂക്ഷ വിമർശനം. പണം കിട്ടിയാലേ പ്രവർത്തിക്കൂ എന്നതായിരുന്നു പ്രധാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടെന്നും മുരളീധരൻ. പത്മജിയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണവുമായി രംഗത്ത്. മേളാചാര്യൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. വിട പറയുന്നത് 4 പതിറ്റാണ്ട് തൃശൂർ പൂരത്തിന്റെ ഭാഗമായിരുന്ന വാദ്യപ്രതിഭ. വാർത്തകൾ വിശദമായി. ഗോപി വന്ദനം പ്രൗഢം. പ്രശസ്ത കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാനെ കുന്നംകുളം പൗരാവലിയും സാംസ്കാരിക സംഘടനകളും ചേർന്ന് കുന്നംകുളം കഥകളി ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആദര സമ്മേളനം പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MV നാരായണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കഥകളി ക്ലബ് പ്രസിഡന്റ് VK ശ്രീരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KC നാരായണൻ, KB രാജാനന്ദ് എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി. പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ, ബദനി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബോ AC, പീശപ്പള്ളി രാജീവൻ, CIT മാത്യു, PG ജയപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ കഥകളി എന്നൊക്കെ പറയുന്ന കലകളോട് വലിയൊരു ആഭിമുഖ്യം കുറഞ്ഞിട്ട് ആധുനിക നാടകവേദിയായി നമ്മുടെ ശ്രദ്ധ. കൃഷ്ണപിള്ളി, KT മുഹമ്മദ്, പിന്നെ ഗോകുൽ വാസി, സദാനന്ദൻ, ഇങ്ങനെയുള്ള ഒരുപാട് നാടകൃത്തുക്കൾ രംഗപ്രവേശനം ചെയ്യുന്ന ഒരു കാലമാണ്. സ്വാഭാവികമായിട്ട് ആ ഒഴുക്കിലേക്ക് പെട്ടൊഴുകി എന്നിട്ടാണ് നാടകം പോയി. അത് കഴിഞ്ഞ് സിനിമയിൽ കയറി. സിനിമയിൽ കഴിഞ്ഞ് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഞാൻ തിരിച്ചു പിടിച്ചതാണ് കഥകളി. കാരണം കഥകളി ഒരുമാതിരി കലാരൂപങ്ങളൊക്കെ എനിക്ക് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ജപ്പാനിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്കേറുന്നു. വേനലവധി ആയതിനാൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദർശനത്തിന് ദിവസവും വലിയ തിരക്കാണ് ഉണ്ടാകുന്നത്. ഞായറാഴ്ച ക്ഷേത്രത്തിൽ 164 വിവാഹങ്ങൾ നടന്നു. വിവാഹം നടത്തുന്നതിന് സ്ഥിരമുള്ള മണ്ഡപങ്ങൾക്ക് പുറമെ ഒരു മണ്ഡപം അധികമായി ഏർപ്പെടുത്തി 5 മണ്ഡപങ്ങളിലായാണ് വിവാഹങ്ങൾ നടക്കുന്നത്. 499 ചോറൂൺ വഴിപാടും നടന്നു. ക്ഷേത്ര പരിസരത്തെ ലോഡ്ജുകളെല്ലാം പൊതു അവധി ദിവസങ്ങളിൽ ഫുള്ളാണ്. പാർക്കിംഗ് കേന്ദ്രങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് വാഹനങ്ങൾ ഔട്ടർ റിംഗ് റോഡ് വശത്ത് പാർക്ക് ചെയ്തു. 66.57 ലക്ഷത്തിൻ്റെ വഴിപാടുകൾ നടന്നു. 20.31 ലക്ഷം രൂപ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കി ഇനത്തിലും 19.28 ലക്ഷം തുലാഭാരം വഴിപാടിനത്തിലും ലഭിച്ചു. ഭക്തർക്ക് ദർശനം എളുപ്പത്തിലാക്കാൻ കൊടിമരം വഴി നേരിട്ട് ഭക്തരെ പ്രവേശിപ്പിച്ചു. മെയ് 9 മുതൽ വൈശാഖ കാലം തുടങ്ങുന്നതോടെ തിരക്ക് ഇനിയും വർദ്ധിക്കും. CCTV ന്യൂസ്, ഗുരുവായൂർ. ലൈംഗികാതിക്രമം 94കാരൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ പുന്നൂർക്കുളം അവണോട്ടുങ്ങൽ വീട്ടിൽ കോരായ മകൻ കുട്ടനെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കടയിൽ സാധനം വാങ്ങി തിരികെ വരികയായിരുന്ന 11 വയസ്സുകാരിയെ മുല്ലപ്പൂ തരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച പ്രതിയെ തള്ളി മാറ്റി കുട്ടി വീട്ടിലെത്തി മാതാപിതാക്കളോട് വിവരം പറയുകയായിരുന്നു. തുടർന്ന് ഇവർ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് കുട്ടനെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. തൃശൂർ കോർപ്പറേഷന്റെ ആദ്യ മേയറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ജോസ് കാട്ടൂക്കാരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം വിശ്രമത്തിലായിരുന്നു. നഗരത്തിന് സമീപത്തുള്ള അരണാട്ടുകരയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. രാവിലെ 10 മുതൽ പൊതുദർശനം തുടങ്ങി. തിങ്കളാഴ്ച DCC ഓഫീസിലും തൃശൂർ കോർപ്പറേഷനും പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് അരണാട്ടുകര സെന്റ് തോമസ് പള്ളിയിൽ സംസ്കാരം നടക്കും. തൃശൂർ നഗരസഭ കോർപ്പറേഷനായി ഉയർത്തിയ ശേഷമുള്ള 2000-ലെ തെരഞ്ഞെടുപ്പിൽ അരണാട്ടുകര ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ച് മേയറായത്. 2000 മുതൽ 2004 വരെ മേയർ പദവിയിൽ തുടർന്നു. KPCC യോഗത്തിൽ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തുറന്നടിച്ച് കെ മുരളീധരൻ. TN പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ രൂക്ഷ വിമർശനം. പണം കിട്ടിയാലേ പ്രവർത്തിക്കൂ എന്നതായിരുന്നു പ്രധാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടെന്നും മുരളീധരൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന KPCC യോഗത്തിലാണ് DCC പ്രസിഡന്റ്, സിറ്റിംഗ് MP എന്നിവരെ പേരെടുത്തു പറഞ്ഞുള്ള വിമർശനം മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കെടുകാര്യസ്ഥത ഉണ്ടായെന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി.
മുൻ MP TN പ്രതാപനെയും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെയും പേരെടുത്ത് വിമർശിച്ചായിരുന്നു മുരളീധരന്റെ പ്രതികരണം. ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും തെരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായത് ഇതുകാരണമാണെന്നും അദ്ദേഹം വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് മുരളീധരൻ ആഞ്ഞടിച്ചത്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പല കെടുകാര്യസ്ഥതയും ഉണ്ടായി. പ്രതാപന്റെയും ജോസ് വള്ളൂരിന്റെയും ഭാഗത്തുനിന്ന് വീഴ്ചകൾ സംഭവിച്ചു. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഭാരിച്ച ചെലവുകൾ ഉണ്ടായെന്ന് മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകളും കണക്കുകളും അതത് മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന DCC പ്രസിഡന്റുമാർ അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ നടന്നത്. ഇതിനിടെയായിരുന്നു കെ മുരളീധരന്റെ രൂക്ഷ വിമർശനം. തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP പ്രതാപനെ തന്നെയായിരുന്നു കോൺഗ്രസ് നേതൃത്വം നിശ്ചയിച്ചിരുന്നതെങ്കിലും പത്മജ പാർട്ടി വിട്ടതോടെ തീരുമാനം മാറുകയായിരുന്നു. തുടർന്ന് പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുകയും തൽസ്ഥാനത്തേക്ക് കെ മുരളീധരൻ എത്തുകയും ചെയ്തു. ഇതിൽ പരാതിയില്ലെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പ്രതാപൻ സജീവമായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നുവെന്നാണ് മുരളീധരന്റെ വിമർശനം ചൂണ്ടിക്കാട്ടുന്നത്. തൃശൂരിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക കെടുകാര്യസ്ഥതയെക്കുറിച്ച് നേരത്തെ പത്മജ വേണുഗോപാലും വെളിപ്പെടുത്തിയിരുന്നു. കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ വിനയാകുമെന്നും സഹോദരി കൂടിയായ പത്മജ മുന്നറിയിപ്പ് നൽകി. പത്മജയുടെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ മുരളീധരൻ ഉയർത്തിയ വിമർശനം. CCTV ന്യൂസ്, കേച്ചേരി. തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരന്റെ സഹോദരിയും BJP നേതാവുമായ പത്മജ വേണുഗോപാൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരന്റെ വിമർശനത്തിന് പിന്നാലെയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പത്മജയും രംഗത്ത് വന്നത്. തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ കൂടെ നടന്ന് ചതിക്കുന്നവരാണെന്നാണ് പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചത്. TN പ്രതാപൻ, MP വിൻസെന്റ് എന്നിവരുടെ പേര് പറഞ്ഞാണ് വിമർശനം. ഞാൻ പറഞ്ഞത് എങ്ങനെയിരിക്കുന്നു? കൂടെ നടന്ന് ചതിക്കുന്നവരാണ് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളായ TN പ്രതാപൻ, MP വിൻസെന്റ് തുടങ്ങിയവർ. കാരണം ഇവർ സയാമീസ് ഇരട്ടകളാണ്. ഇത്തരം ചതിയന്മാർക്കെതിരെ പാർട്ടിയിൽ പരാതി കൊടുത്താലോ ആ പരാതി എന്തെന്ന് പോലും വായിക്കാതെ ചവറ്റുകൊട്ടയിൽ എറിയും. രമേശ് ചെന്നിത്തലയുടെ നോമിനിയായി ഡൽഹിയിൽ പോയ രമേശ് ചെന്നിത്തലയെ ചതിച്ച് കേരള മുഖ്യമന്ത്രിയാകാൻ കരുക്കൾ നീക്കുന്ന കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് ഗ്രൂപ്പ് നേതാവിന്റെ പിൻബലത്തിൽ ഇത്തരം ചതിയന്മാർക്ക് കൂടുതൽ സ്ഥാനങ്ങളും പാർട്ടിയിൽ ലഭിക്കുമെന്നും KC വേണുഗോപാലിനെ ഉദ്ദേശിച്ച് പത്മജ ഫേസ്ബുക്കിൽ തുറന്നടിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. മേള ആചാര്യൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഒല്ലൂർ സ്വദേശിയാണ്. 4 പതിറ്റാണ്ട് തൃശൂർ പൂരത്തിന്റെ ഭാഗമായിരുന്നു. പിതാവ് മാക്കോത്ത് ശങ്കരൻകുട്ടി മാരാറാണ് ഗുരു. പഠനശേഷം 12-ാം വയസ്സിൽ ഇടക്കുന്നി അമ്പലത്തിൽ നവരാത്രി ദിവസം അരങ്ങേറ്റം കുറിച്ചു. തൃശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറയിലും പെരുവനം നടവഴിയിലും ആറാട്ടുപുഴ പൂരം തൃപ്പൂണിത്തറയിലും ഇരിഞ്ഞാലക്കുട കുടൽമാണിക്യം ക്ഷേത്രത്തിലും തുടങ്ങി പ്രമുഖ മേളങ്ങളിലും സ്ഥിരസാന്നിധ്യമായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, തൃപ്പരയാർ വാദ്യകല അക്കാദമിയുടെ ശ്രീരാമപാദ സുവർണമുദ്ര, കലാചാര്യ പുരസ്കാരം, വാദ്യമിത്ര പുരസ്കാരം, ധന്വന്തരി പുരസ്കാരം, പൂർണ്ണ ത്രയീശ പുരസ്കാരം, ആറാട്ടുപുഴ സ്ത്രീശാസ്ത്ര പുരസ്കാരം, വാദ്യവിശാരദൻ പുരസ്കാരം എന്നീ അംഗീകാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. കാട്ടകാമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ട് വികസനം പാതി വഴിയിൽ നിലച്ചു. തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 16 ഏക്കറോളം വിസ്തൃതിയുള്ള ആനക്കുണ്ട് ബണ്ട് മേഖലയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ്. ബണ്ടിലെ മണ്ണെടുത്ത് ആഴം കൂട്ടാനായിരുന്നു പദ്ധതി. എന്നാൽ ഇവിടെ നിന്നെടുത്ത മണ്ണ് ബണ്ടിന്റെ വശങ്ങളിൽ തന്നെ കൂട്ടിയിടുകയാണ് ചെയ്തത്. കനത്ത വേനൽക്കാലത്തും വറ്റാത്ത ആനക്കുണ്ട് 5 വർഷം മുൻപ് വറ്റിയിരുന്നു. ഇതോടെയാണ് ആനക്കുണ്ടിലെ മണ്ണെടുത്ത് ആഴം കൂട്ടുവാൻ സർക്കാർ പദ്ധതിയിടുന്നത്. നഗരസഞ്ചയ പദ്ധതിയിൽ 2 കോടി രൂപ മണ്ണെടുക്കുന്നതിന് അനുവദിക്കുകയും ചെയ്തു. കളിമണ്ണ് കലർന്ന മണ്ണ് വാങ്ങാൻ ആവശ്യക്കാർ ഏറിയതോടെ വൻ തുകയ്ക്കാണ് ആദ്യം മണ്ണ് കൊണ്ടുപോകാൻ കരാറെടുത്തത്. എന്നാൽ മണ്ണ് കൊണ്ടുപോകാൻ കരാറെടുത്തയാൾ പിന്മാറിയതോടെ പദ്ധതി വൈകി. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ബണ്ടിൽ നിന്ന് മണ്ണെടുത്ത് വശങ്ങളിൽ തന്നെ കൂട്ടിയിട്ടു. മണ്ണ് കൊണ്ടുപോകാത്തതിനാൽ കഴിഞ്ഞ മഴക്കാലത്ത് ബണ്ടിൽ വെള്ളം നിറഞ്ഞ് ഈ മണ്ണെല്ലാം ഒലിച്ചിറങ്ങിയതായി കർഷകർ കുറ്റപ്പെടുത്തി. ബണ്ടിന്റെ ആഴം കൂട്ടി പദ്ധതി നടപ്പിലാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. CCTV ന്യൂസ്, പെരുമ്പള. ചൂണ്ടലിൽ കാർ നിയന്ത്രണം വിട്ട് റോഡിന്റെ വശത്തേക്ക് ഇടിച്ചു കയറി. മാരുതി സർവീസ് സെന്ററിലെ കാറാണ് ചൂണ്ടൽ ഐസ് പ്ലാന്റിന് മുൻവശത്ത് വെച്ച് നിയന്ത്രണം വിട്ട് റോഡിന്റെ വശത്ത് വളർന്നു നിൽക്കുന്ന പാഴ്ചെടികൾക്കിടയിലേക്ക് ഇടിച്ചു കയറിയത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 സംഭവം. സർവീസ് സെന്ററിലെ ജീവനക്കാർ കാറുമായി പുറത്തുപോയി വരുന്നതിനിടെയായിരുന്നു സംഭവം. തൃശൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് തെന്നി മാറിയെങ്കിലും കാറിലുണ്ടായിരുന്ന സർവീസ് സെന്ററിലെ ജീവനക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വൈകിട്ടോടെ കാർ ക്രെയിൻ ഉപയോഗിച്ച് സർവീസ് സെന്ററിലേക്ക് മാറ്റി.
നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളെ വലച്ച് കനത്ത ചൂട്. പലയിടത്തും ഉഷ്ണതരംഗ സാഹചര്യം പരീക്ഷാർത്ഥികളെ ദുരിതത്തിലാക്കി. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കനത്ത ചൂടിൽ വലഞ്ഞു. സ്കൂളിന്റെ ഗേറ്റ് തുറക്കുന്നതും കാത്തു സംസ്ഥാന പാതയോരത്തു കൂടി നിന്നവരിൽ പലരും കുട ചൂടിയത് കൗതുക കാഴ്ചയായി. അതിരാവിലെ മുതൽ ആളുകൾ സ്കൂളിന് മുൻപിൽ എത്തിയിരുന്നു. 11 മണി മുതലാണ് സ്കൂളിലേക്ക് പ്രവേശനം അനുവദിച്ചത്. പരിശോധനകൾക്ക് ശേഷം 1:30 വിദ്യാർത്ഥികൾ ഹാളിലെത്തി. 36 ക്ലാസ് മുറികൾ ഒരുക്കിയിരുന്നു. 820 കുട്ടികൾ പരീക്ഷ എഴുതി. അപേക്ഷിച്ചവരിൽ 44 പേർ എത്തിയില്ല. വാഹനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ കുന്നംകുളം പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. നിരീക്ഷകരായ അജിത് വർഗീസ്, PM ജോയ്, മുരളീധരൻ, സെന്റർ സൂപ്രണ്ട് ഷൈനി ഹംസ, ഡെപ്യൂട്ടി സൂപ്രണ്ട് സാജിദ റസാക്ക്, MM ഷബിദ, സലീന ഖാദർ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് 4-ാം കല്ലിൽ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരൻ അഞ്ഞൂർ ഞമനങ്ങാട് സ്വദേശി 19 വയസ്സുള്ള പള്ളത്തൂർ വീട്ടിൽ അതുലിനാണ് പരിക്ക്. ശനിയാഴ്ച രാത്രി 10 മണിയോട് കൂടിയായിരുന്നു അപകടം. വടക്കേക്കാട് 4-ാം കല്ല് MNT ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ചായിരുന്നു സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ അതുലിനെ വയലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂർ താഴ്വാരം കൂട്ടായ്മയുടെ 7ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കാണിപ്പയ്യൂർ രാജൻ കുന്നത്തിന്റെ വസതിയിൽ നടന്ന വാർഷികാഘോഷം തൃപ്രയാർ കപിലാശ്രമത്തിലെ സംപൂജ്യ തേജസ്വരൂപാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. ചടങ്ങിൽ പെൻകോ ഗ്രൂപ്പ് ചെയർമാൻ ബക്കർ മുഖ്യാതിഥിയായി. താഴ്വാരം കൂട്ടായ്മ പ്രസിഡന്റ് മണികണ്ഠൻ പണിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സുരേന്ദ്രൻ, ട്രഷറർ സുധാകരൻ, എക്സിക്യൂട്ടീവ് അംഗം മിനി ഷാജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംബന്ധിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് സ്നേഹാദരവ് നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ജലജീവൻ പദ്ധതിക്കായി പൊളിച്ച കോവുമ്മൽ കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ വാർഡ് മെമ്പറുടെ പ്രതിഷേധം. പുന്നൂർ പഞ്ചായത്ത് ഭരണസമിതി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതായും വാർഡ് മെമ്പർ C. അഷ്റഫ് കുറ്റപ്പെടുത്തി. അകലാട് ബദർപ്പള്ളി കോവുമ്മൽ കടവ് റോഡാണ് ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത്. പൂർവ്വസ്ഥിതിയിലാക്കാം എന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചത്. റോഡിന്റെ നടുവിലൂടെ JCB ഉപയോഗിച്ച് ചാലുകീറിയാണ് ഗ്രൗണ്ട് വാട്ടർ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ആഴ്ചകൾക്ക് മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ വർക്കുകൾ പൂർത്തീകരിച്ച് ചാല് മൂടിയെങ്കിലും റോഡിൽ കുന്നുകൂടി കിടക്കുന്ന മണ്ണും കരിങ്കല്ലും നീക്കം ചെയ്തിട്ടില്ല. ഇതുമൂലം നിരവധി കുടുംബങ്ങളാണ് യാത്രാക്ലേശം അനുഭവിക്കുന്നത്. ഈ കുടുംബങ്ങളിലെ വയോധികരും രോഗികളുമായവർ ആശുപത്രിയിലും മറ്റുമായി പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. കാൽനടയാത്ര പോലും ദുസ്സഹമാവുകയാണ്. വിഷയം ബന്ധപ്പെട്ടവരെ ധരിപ്പിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതിനെ തുടർന്നാണ് വാർഡ് മെമ്പർ C. അഷ്റഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയോട് വിവരം അറിയിച്ചത്. എന്നാൽ വാട്ടർ അതോറിറ്റിയെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട് എന്ന മറുപടി നൽകി ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുകയാണെന്ന് പറയുന്നു. 2023-24 പദ്ധതിയിൽ 6 ലക്ഷം രൂപ കോവുമ്മൽ കടവ് റോഡിന്റെ റീടാറിങ്ങിനായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് നവീകരണം നടത്തണമെന്ന നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് വാർഡ് മെമ്പർ C. അഷ്റഫ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ഇനിയും നവീകരണത്തിനായി അധികൃതർ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ ബഹുജന സമരം സംഘടിപ്പിക്കുമെന്ന് വാർഡ് മെമ്പർ C. അഷ്റഫ് പറഞ്ഞു. നാളിതുവരായി ഒരു വർക്ക് കഴിഞ്ഞു. ഇതുവരായി തന്നെ ഈ റോഡിൽ ഇപ്പോൾ JCB മാന്തിയ മണ്ണ് നീക്കിയിട്ടില്ല. പലതവണ ബന്ധപ്പെട്ട അധികാരികളെ പഞ്ചായത്തിൽ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും അറിയിച്ചിട്ട് പോലും നാളിതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് വാട്ടർ അതോറിറ്റി എയുമായി സംസാരിച്ചിട്ടുണ്ട്. 2023-24 വർഷത്തെ പദ്ധതിയിൽ 6 ചില ലക്ഷം രൂപ ഇതിന് റീടാറിങ്ങിന് വെച്ച് ആ വർക്ക് പോലും നടക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ വർക്ക് നടന്നില്ലെങ്കിൽ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കും എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. CCTV ന്യൂസ് പുന്നൂർകുളം. ഗുരുവായൂർ കോട്ടപ്പടി NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K. ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് PR കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി O. രാജഗോപാൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കരയോഗം സെക്രട്ടറി T. ഉണ്ണികൃഷ്ണൻ, PV സുധാകരൻ, OK നാരായണൻ നായർ, KP ശ്രീകുമാർ, S. സിന്ധു, K. ഗിരീന്ദ്ര ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 80 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ആദരിച്ചു. ചികിത്സാ സഹായ വിതരണവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വേലൂർ വടക്കുമുറി ഗ്രാമീണ വായനശാലയുടെ 50ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രശസ്ത കഥാകൃത്ത് N. രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ,
വേലൂർ പഞ്ചായത്ത് അംഗം സ്വപ്ന രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി മനേഷ് VM റിപ്പോർട്ട് അവതരിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് PR മോഹനൻ സ്വാഗതവും വായനശാല ട്രഷറർ VP ജോയ് നന്ദിയും പറഞ്ഞു. വാർഷികത്തിന്റെ ഭാഗമായി വായനശാല പ്രദേശത്തെ മികവ് കാണിച്ച കുട്ടികളെ അനുമോദിച്ചു. പൊതുസമ്മേളനത്തിന് ശേഷം വിവിധ കലാപരിപാടികൾ നടന്നു. ജൂൺ 17 മുതൽ 20 വരെ കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. പോളിടെക്നിക് കോളേജിൽ ചേർന്ന യോഗം കേരള SC/ST കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ KB സുരേഷ് കുമാർ അധ്യക്ഷനായി. കുന്നംകുളം നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ഇന്റർ പോളി യൂണിയൻ അഡ്വൈസർ V സന്ദീപ്, ജിഷ്ണു സത്യൻ, R വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് ഇന്റർ പോളി യൂണിയൻ ചെയർമാൻ R ആദർശ് സ്വാഗതവും ജനറൽ സെക്രട്ടറി അർജുൻ SR നന്ദിയും പറഞ്ഞു. പഴഞ്ഞി അയനൂർ നൂറുൽ ഹുദ ജുമാ മസ്ജിദും കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി ഐ ഫൗണ്ടേഷനും ചേർന്ന് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. കാട്ടകമ്പാൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻഡോ റെനി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല പ്രസിഡന്റ് TF ഫൈസൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KT ഷാജൻ മാസ്റ്റർ, മഹല്ല സെക്രട്ടറി കബീർ വാക്കയിൽ, ഐ ഫൗണ്ടേഷൻ PRO മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. നേത്ര സംബന്ധമായ പരിശോധനകളും ശസ്ത്രക്രിയ വേണ്ടവർക്കുള്ള നിർദ്ദേശങ്ങളും ഫൗണ്ടേഷനിലെ വിദഗ്ധ ഡോക്ടർമാർ നൽകി. പള്ളി മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പിന് വൈസ് പ്രസിഡന്റ് മുസ്തഫ പുതൂർ, മഹല്ല ചെയർമാൻ NKS കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. രഞ്ജു സിനിമാസിന്റെ ബാനറിൽ നിയാസ് വാണിയമ്പലം നിർമ്മിച്ച് പ്രകാശ് കുഞ്ഞൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന കച്ചറ പാർട്ടീസ് എന്ന ചിത്രത്തിന്റെ പൂജ നടന്നു. എറണാകുളം കോറൽ ഐൽ ഹോട്ടലിൽ വെച്ച് നടന്ന പൂജാ ചടങ്ങിൽ പ്രമുഖ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഭദ്രദീപം കൊളുത്തി. ഒരു വലിയ സിനിമകൾ വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചെറിയ സിനിമകൾ വിജയിക്കുമെന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരും കലാകാരന്മാരാണ്, എല്ലാവരും സിനിമയോട് ഇഷ്ടമുള്ളവരാണ്. അതിന്റെ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും ചിത്രത്തിന്റെ സാങ്കേതിക പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. സംവിധായകനായ പ്രകാശ് കുഞ്ഞന്റെ കഥയ്ക്ക് ഉമ്മർ മുഹമ്മദാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത്. സാജൻ ആന്റണി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കരയാണ്. ട്രെയിനിൽ പോകുമ്പോഴാണ് പറഞ്ഞത്, രഞ്ജു സിനിമാസിന്റെ ബാനറിൽ നിയാസ് വാണിയമ്പലത്തെ പറഞ്ഞ് വെറുതെ ഒരു 5 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണത്. പെട്ടെന്ന് ഇപ്പോൾ നേരത്തെ ഇച്ചി സാറ് പറഞ്ഞ മാതിരി ഡീസൻ്റായി നടന്നാൽ പോരാ, കച്ചറ പാർട്ടീസായിട്ട് നടക്കണം എന്ന് പറഞ്ഞു. ഡീസൻറ്റ് പാർട്ടീസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനാണ് പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് ചെയ്തത്. മണികണ്ഠൻ തിരുവോണം, മോഹൻ തോമസ് എന്നിവർ രചിച്ച ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയിരിക്കുന്നത് അജയ് ജോസഫാണ്. സോബിൻ സോമൻ ചിത്രസംയോജനവും അപ്പുണ്ണി സാജൻ കലാസംവിധാനവും നിർവഹിക്കും. സംഘട്ടനം ദളപതി ദിനേശ്, വസ്ത്രാലങ്കാരം സന്തോഷ് പഴവൂർ, മേക്കപ്പ് മണികണ്ഠൻ മരത്താക്കര, PRO AS ദിനേശ്, ജോസ് മാളിയേക്കൽ, സ്റ്റിൽസ് ശ്രീജിത്ത് ഒറ്റപ്പാലം, പോസ്റ്റർ ഡിസൈൻ മനോജ് ഡിസൈൻ എന്നിവരാണ് ചിത്രത്തിന്റെ മറ്റണിയറ പ്രവർത്തകർ. അണ്ണാറക്കണ്ണനും തന്നാലായത്, ഭഗവതിപുരം, മൂന്നാം നാൾ, തനഹ, ഓൾഡീസ് ഗോൾഡ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പ്രകാശ് കുഞ്ഞൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കച്ചറ പാർട്ടീസ്. മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന സിനിമയുടെ ചിത്രീകരണം തിങ്കളാഴ്ച കൊച്ചിയിൽ ആരംഭിക്കും. CCTV ന്യൂസ്, കേച്ചേരി. പ്രകാശ് കുഞ്ഞൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ കച്ചറ പാർട്ടീസിന്റെ ഭാഗമായി CCTV ചാനൽ പ്രവർത്തകരും കുന്നംകുളം ബ്യൂറോ ചീഫായിരുന്ന ഉമ്മർ മുഹമ്മദ്, സീനിയർ ക്യാമറമാനായിരുന്ന സാജൻ ആന്റണി, ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ എന്നിവരാണ് സിനിമയുടെ അണിയറയിൽ പ്രധാന റോളുകൾ നിർവഹിക്കുന്നത്. ബോംബെ മിഠായി, റേഡിയോ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും മൂന്നാം നാൾ, ചാലക്കുടിക്കാരൻ ചങ്ങാതി തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥ ഒരുക്കുകയും ചെയ്ത ഉമ്മർ മുഹമ്മദാണ് കച്ചറ പാർട്ടീസ് എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത്. സൈമൺ ഡാനിയൽ എന്ന ചിത്രത്തിന്റെ സംവിധാനവും ഛായാഗ്രഹണവും നിർവഹിച്ച സാജൻ ആന്റണിയാണ് ഈ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. സിനിമയുടെ PRO ആയി AS ദിനേശിനൊപ്പം പ്രവർത്തിക്കുന്നത് CCTV ന്യൂസ് കോർഡിനേറ്ററും കേച്ചേരി ബ്യൂറോ റിപ്പോർട്ടറുമായ ജോസ് മാളിയേക്കലാണ്. പ്രാദേശിക ചാനലായ CCTVയിൽ ഒരേ കാലഘട്ടത്തിൽ സഹപ്രവർത്തകരായിരുന്ന 3 പേർ ഒരു സിനിമയുടെ ഭാഗമാകുന്നുവെന്ന അപൂർവതയും കുന്നംകുളം സ്വദേശി കൂടിയായ പ്രകാശ് കുഞ്ഞൻ സംവിധാനം നിർവഹിക്കുന്ന കച്ചറ പാർട്ടീസ് എന്ന സിനിമയ്ക്കുണ്ട്. തിങ്കളാഴ്ച മുതൽ കൊച്ചി, കാക്കനാട് എന്നിവിടങ്ങളിലായി ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാണം നിയാസ് വാണിയമ്പലമാണ്. CCTV ന്യൂസ്, കേച്ചേരി. ചങ്ങരംകുളത്ത് മുസ്ലിം സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മഴയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നമസ്കാരവും സംഘടിപ്പിച്ചു. ചങ്ങരംകുളം സ്നേഹ ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്തായിരുന്നു നമസ്കാരവും പ്രാർത്ഥനയും ഒരുക്കിയത്.
മുജാഹിദ് സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയുമാണ് വേദിയൊരുക്കിയത്. പണ്ഡിതൻ AV അബ്ദുൽ ഹമീദ് ഫാറൂഖി പ്രാർത്ഥനയ്ക്കും നമസ്കാരത്തിനും നേതൃത്വം നൽകി. സംഘാടക സമിതി ചെയർമാൻ PPM അഷ്റഫ്, കൺവീനർ ഷാനവാസ് വട്ടത്തൂർ, കുഞ്ഞുമുഹമ്മദ് പന്താവൂർ, AVM അഷ്റഫ്, M അബ്ബാസ് അലി, K അനസ് യൂസഫ്, യാസിൻ എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം സെവൻസ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ രണ്ടാമത്തെ വീടിന്റെ കട്ടിളവെപ്പ് നടന്നു. രോഗിയും നിർധന കുടുംബാംഗവുമായ പരൂർ അബൂബക്കറിനാണ് രണ്ടാമത് ഭവന നിർമ്മാണം ആരംഭിച്ചത്. സെവൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സുമനസ്സുകളിൽ നിന്ന് സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തുക. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും അറിയിപ്പ് നൽകിയാണ് ഫണ്ട് സമാഹരിക്കുന്നത്. ഇത്തരത്തിൽ സൗജന്യമായി ലഭിച്ച 5 സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിക്കുന്നത്. സലീം കോടത്തൂരിന്റെയും സെവൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഷിബു K മുഹമ്മദിന്റെ നേതൃത്വത്തിൽ മഹല്ല ഖത്തീബ് അഹമ്മദ് കബീർ സക്കാഫി കട്ടിളവെപ്പ് നിർവഹിച്ചു. സെവൻസ് ഗ്രൂപ്പ് അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് അംഗവും പാർണൂർ ജനകീയ വായനശാല സ്ഥാപകാംഗവുമായിരുന്ന PI ചേറുകുട്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. പാർണൂർ ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാല ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. കെൽ ചെയർമാൻ PK രാജൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, പഞ്ചായത്ത് അംഗം ജൂലറ്റ് വിനു, CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP റാഫേൽ, CPI ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CJ ജിജു മാസ്റ്റർ, ചൂണ്ടൽ പഞ്ചായത്ത് മുൻ അംഗം KP വിശ്വനാഥൻ, ലൈബ്രറി കൗൺസിൽ കുന്നംകുളം താലൂക്ക് സെക്രട്ടറി വത്സൻ പാറന്നൂർ, വായനശാല ഭാരവാഹി PC രതീഷ് എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 25-ന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു 1964 മുതൽ 79 വരെ നീണ്ട 16 വർഷക്കാലം ചൂണ്ടൽ പഞ്ചായത്ത് അംഗമായിരുന്ന ചേറുകുട്ടിയുടെ വിയോഗം. ചൂണ്ടൽ ക്ഷീരസംഘം ഡയറക്ടറായും അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു. CCTV ന്യൂസ് കേച്ചേരി. അറബിക് കാലിഗ്രഫിയിൽ ആയത്തുൽ കുർസി സ്വന്തം കൈപ്പടയിൽ എഴുതി ജുമാ മസ്ജിദിലേക്ക് കൈമാറി വിദ്യാർത്ഥിനി. ചമ്മന്നൂർ മഹല്ല നിവാസിയായ ഉദിയാനത്തിൽ ബക്കർ ജുമൈല ദമ്പതികളുടെ മകൾ നൂറ ബക്കറാണ് സ്വന്തം കൈപ്പടയിൽ ഖുർആനിലെ വിശുദ്ധ വചനം കാലിഗ്രഫിയിൽ എഴുതിയത്. ആദ്യത്തിലെ ആയത്തുൽ കുർസിയാണ് വർണ്ണമനോഹരമായി പകർത്തി ചമ്മന്നൂർ ജുമാ മസ്ജിദിലേക്ക് കൈമാറിയത്. ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി സേഹ ഗാർഡൻ ഇന്റർനാഷണൽ ഹോസ്പിറ്റലിൽ ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേറ്ററായി ജോലി ചെയ്യുകയാണ് ഇപ്പോൾ. ചമ്മന്നൂർ മഹല്ല പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ, മെമ്പർമാരായ പാവൂരയിൽ അബ്ദുൾ റസാഖ്, കുന്നത്ത് വളപ്പിൽ കുഞ്ഞു മൊയ്തു, കോട്ടത്തിൽ കുഞ്ഞു മുഹമ്മദ് എന്നിവർ ഏറ്റുവാങ്ങി. പാർണൂർ സെന്റ് മേരീസ് സിറിയൻ സിംഹാസന ചാപ്പലിൽ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്ന മോർ ഗബ്രിയോൽ പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളിലൂടെ ആഘോഷിച്ചു. ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് മോർ ഗബ്രിയേൽ പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് വികാരി ഫാദർ സിജി മാത്യുവിന്റെ കാർമ്മികത്വത്തിൽ സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് വചന പ്രഘോഷണവും നടന്നു. ഫാദർ ജിബിൻ ചാക്കോ വചന പ്രഘോഷണത്തിന് നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും 8 മണിക്ക് മോർ ദിയസ്കോറസ് കുര്യാക്കോസ് മെത്രാപോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും നടന്നു. തുടർന്ന് 10 മണിക്ക് വിശ്വാസികൾ അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തെ തുടർന്ന് ആശീർവാദവും 10:30 നേർച്ച ഭക്ഷണ വിളമ്പലും ഉണ്ടായി. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ സിജി മാത്യു, ട്രസ്റ്റി സുബിൻ ജോർജ്, സെക്രട്ടറി CP ജോസ്, ട്രഷറർ CV ഗീവർഗീസ് എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഞായറാഴ്ച പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. പാമ്പാടി തീർത്ഥാടന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചത്. രാവിലെ 8:30 ഞാലിയാങ്കുഴി ദയറ മാനേജർ മാത്തുക്കുട്ടി റമ്പാച്ചൻ കുർബാന അർപ്പിച്ചു. പാമ്പാടി ദയറ മാനേജർ ഫാദർ അനൂപ്, പഴഞ്ഞി കത്തീഡ്രൽ വികാരി ഫാദർ ഐസക് ജോൺ, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. കത്തീഡ്രൽ ട്രസ്റ്റി സന്തോഷ് CJ, സെക്രട്ടറി സെലിൻ E സൈമൺ, സംഘം പ്രസിഡന്റ് MI ബാബു, സെക്രട്ടറി PU ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ വികാരി ഫാദർ പീറ്റർ കാക്കശ്ശേരിയും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ പ്രത്യേക പ്രാർത്ഥനയും ധൂപാർപ്പണവും തുടർന്ന് കൊടിയും കുരിശും ഏന്തിയുള്ള പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയുടെ കീഴിലുള്ള സെന്റ് ജോർജ് സെമിത്തേരി ചാപ്പലിൽ ഗീവർഗീസ് സഹദയുടെ ഓർമ്മ പെരുന്നാൾ
ആഘോഷിച്ചു. വികാരി ഫാദർ ബേസിൽ കൊല്ലാർ മാലിയുടെ കാർമ്മികത്വത്തിൽ സെമിത്തേരി ചാപ്പലിൽ ഞായറാഴ്ച രാവിലെ 6:30 പ്രഭാത പ്രാർത്ഥന, 7 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, കുരിശടിയിൽ ധൂവപ്രാർത്ഥന, ആശീർവാദം, തുടർന്ന് ചക്രപ്പവും പഴവും നേർച്ചയും നടത്തി. പെരുന്നാളിനെ കൈക്കാരൻ സോജൻ KJ, സെക്രട്ടറി രാജീവ് P. ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് തുടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പാറേമ്പാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം സമാപിച്ചു. ശനി ഞായർ ദിവസങ്ങളിലായി വിശുദ്ധ അന്തോണീസിന്റെയും സെബാസ്ത്യാനോസിന്റെയും യൗസേ പിതാവിന്റെയും സംയുക്ത തിരുനാളാണ് ആഘോഷിച്ചത്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് പുല്ലഴി സെന്റ് ജോസഫ് ഹോം ഡയറക്ടർ ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുളയം മേരി മാതാ സെമിനാരിയിലെ ഫാദർ ഡെന്നി ചെറിയത്ത് തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിപരമായ പ്രദക്ഷിണവും നടന്നു. തുടർന്ന് ഗാനമേളയും ഉണ്ടായിരുന്നു. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ പോൾ അറക്കൽ, കൈക്കാരന്മാരായ ജോയ്സൺ മണ്ടുമ്പാൽ, എഡിസൺ ചെറുവത്തൂർ, ജോയ് മണലിൽ, കൺവീനർ ഷാജു മേഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM തൃത്താല ഏരിയ കമ്മിറ്റി അംഗവും KCEU CITU ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായിരുന്ന PS ആൻഡ്രിയുടെ 11ാമത് ചരമവാർഷികം ആചരിച്ചു. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം T. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. തൃത്താല ഏരിയ കമ്മിറ്റി സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VK ചന്ദ്രൻ, PN മോഹനൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TP കുഞ്ഞുണ്ണി, KP ശ്രീനിവാസൻ, MK പ്രദീപ്, PR കുഞ്ഞുണ്ണി എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിജയമ്മ ടീച്ചർ സ്വാഗതവും TM കുഞ്ഞുകുട്ടൻ നന്ദിയും പറഞ്ഞു. ചൊവ്വന്നൂരിൽ കാട്ടുപന്നിയെ അജ്ഞാത വാഹനം ഇടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. അറേബ്യൻ പാലസ് കല്യാണ മണ്ഡപത്തിന് മുൻപിലാണ് ഞായറാഴ്ച പുലർച്ചെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. അർദ്ധരാത്രിയിലാകാം വാഹനം ഇടിച്ചതെന്ന് കരുതുന്നു. എരുമപ്പെട്ടി വനവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രചരണത്തിനെതിരെ SDPI കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മലയ കോർണറിൽ നടന്ന ധർണ പാർട്ടി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KV നാസർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KK കബീർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി റഫീഖ് KM സ്വാഗതവും മണ്ഡലം ട്രഷറർ ഇക്ബാൽ പെരുമ്പിലാവും നന്ദിയും പറഞ്ഞു. അക്കിക്കാവ് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൂത്തേടത്ത് വീട്ടിൽ കുമാരന്റെ മകൻ 36 വയസ്സുള്ള വിപിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടെ വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ അജികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. മൃതദേഹത്തിന് 3 ദിവസമെങ്കിലും പഴക്കമുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ചർമ്മം വേലൂർ നേരെപ്പറമ്പിൽ അന്തോണി മകൻ ഫ്രാൻസിസ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം കുറുമാൽ സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടന്നു. റീന ഭാര്യയും ഫെർണാണ്ടസ് മകനുമാണ്. ഗുരുവായൂർ ചൊവ്വലൂർപടി മാർക്കറ്റിലെ വ്യാപാരി ബ്രഹ്മകുളം മേലിട്ട് ലോനപ്പൻ ജേക്കബ് എന്ന യാക്കോബ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ബ്രഹ്മകുളം സെന്റ് തോമസ് പള്ളിയിൽ നടന്നു. കൊച്ചുമേരി ഭാര്യയും ജോൺസൺ, ജെയ്സൺ, ജോളി എന്നിവർ മക്കളുമാണ്. എളവള്ളി കണിയാൻതുരുത്ത് തൈവളപ്പിൽ പരേതനായ നാരായണൻ ഭാര്യ ചന്ദ്രമതി നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിനോദ്, മനോജ്, പ്രമോദ്, ഷിനോദ് എന്നിവർ മക്കളാണ്. പഴഞ്ഞി ആശാൻകുന്ന് കല്ലായിപ്പറമ്പിൽ പരേതനായ മുല്ലന്റെ ഭാര്യ അമ്മണി നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം അയ്യൂർ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ലത, ശാരദ, വേലായുധൻ, രവി എന്നിവർ മക്കളാണ്. പാറേമ്പാടം കൊങ്ങണൂർ വലിയ വളപ്പിൽ കൃഷ്ണൻകുട്ടി മകൻ വിശ്വനാഥൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പോർക്കുളം പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടക്കും. രാധയാണ് ഭാര്യ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഗോപി വന്ദനം പ്രൗഢം. പ്രശസ്ത കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാനെ കുന്നംകുളം പൗരാവലിയും സാംസ്കാരിക സംഘടനകളും ചേർന്ന് കഥകളി ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. സമാദരണം പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KPCC യോഗത്തിൽ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തുറന്നടിച്ച് K. മുരളീധരൻ. TN പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ രൂക്ഷ വിമർശനം. പണം കിട്ടിയാലേ പ്രവർത്തിക്കൂ എന്നതായിരുന്നു പ്രധാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടെന്നും മുരളീധരൻ. പത്മജിയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണവുമായി രംഗത്ത്. മേളാചാര്യൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. വിട പറയുന്നത് 4 പതിറ്റാണ്ട് തൃശൂർ പൂരത്തിന്റെ ഭാഗമായിരുന്ന വാദ്യപ്രതിഭ.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാൻ. പ്രതിദിന വാർത്തകൾ പ്രോഗ്രാമുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in.